മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് വൈകിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് യോഗം. ഇന്ത്യ സഖ്യ നേതാക്കളും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചർച്ച നടത്തും. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. അർജുൻ, ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ നിലനിൽപ്പുണ്ട്. അവസാനം പ്രധാനമന്ത്രി പറഞ്ഞത് 850 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാലും എല്ലാ സംസ്ഥാനങ്ങളിലും അത് പകുതിയോളം മണ്ഡലങ്ങൾ കൂട്ടുക എന്നതായിരിക്കില്ല നടപടി. അപ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്തെ ഇത് മനസ്സിലാക്കാൻ ഭരണപക്ഷം ശ്രമിക്കുക? പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം എന്തായിരിക്കും? ക്രിസ്റ്റീന പ്രവിത, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്നത്. അതിനുശേഷം ഇന്ത്യ സഖ്യ നേതാക്കളുടെയും കൂടിക്കാഴ്ച നാളെ ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. ഈ വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുക എന്നുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തിരിക്കുന്നത്. അതിൽ എതിർപ്പുണ്ടാക്കേണ്ടതില്ല. പക്ഷെ അതിന്റെ മറവിൽ ചില ദുരൂഹതകൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഡീലിമിറ്റേഷൻ, മണ്ഡലങ്ങൾ പുനർനിർണയം, അതിൽ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഉത്തരേന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അവിടെ വനിതാ സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3-1 വനിതാ സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രാധാന്യം ഇല്ലാതായി അവിടെ വലിയ തോതിൽ ബിജെപിക്കും അതുപോലെ തന്നെ NDA സഖ്യകക്ഷികൾക്കും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി, ആ സംവരണം നടപ്പിലാക്കാൻ ഡീലിമിറ്റേഷൻ നടത്താതെ തന്നെ മറ്റേതൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ള കാര്യമായിരിക്കും അടുത്ത 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേസമയം തന്നെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഡീലിമിറ്റേഷൻ ബില്ലും അതുപോലെ തന്നെ ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരും കൈക്കൊണ്ടിരിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി ഈ ബില്ലിന്മേൽ ലോക്സഭയിൽ സംസാരിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഡീലിമിറ്റേഷനെതിരെ ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെന്നായിരിക്കും ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗങ്ങളിൽ തീരുമാനം എടുക്കുക. മറ്റു പാർട്ടികളുടെയും പിന്തുണ തേടിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ കക്ഷികളുടെയും ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം. അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രിക്ക് മുൻപിലും അതുപോലെ തന്നെ ബിജെപിക്ക് മുൻപിലും ഇപ്പോൾ ഒരു അപേക്ഷയായി വെച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.